നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഒരു കൂട്ടം ഗ്രാമവാസികളുടെ വേദനയാണ് ഭരത് ലൈവ് ഈ വാർത്തയിലൂടെ പങ്കുവയ്ക്കുന്നത്. തീരാത്ത വേദന അല്ലെങ്കിൽ മരണവേദന എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അത് ഒട്ടും അതിശയോക്തിയല്ല. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഭരത് ലൈവ് എഡിറ്റോറിയൽ ഡയറക്ടർ ശ്രീ SV പ്രദീപ് വാർത്തകൾ ചെയ്തിരുന്നു. ഒരു വേള പ്രേക്ഷകർക്ക് ഈ വാർത്ത കേട്ട് കഴിയുമ്പോൾ അത് ഓർമ്മ വരുന്നുണ്ടാകും. തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് കുരഞ്ഞിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ അച്ചാർ കമ്പനി അല്ലെങ്കിൽ അതുപോലെയുള്ള മുളക് പൊടി, മല്ലിപ്പൊടി തുടങ്ങിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി തുടങ്ങി. ഈ കമ്പനിയുടെ പ്രവൃത്തി മൂലം പ്രദേശവാസികൾ അനുഭവിച്ചു ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗാവസ്ഥകളും ഒക്കെ അനുഭവിച്ചു. ഒരുപാട് പേർ അകാലത്തിൽ മരണത്തിന് കീഴടങ്ങി. ഈ സ്ഥാപനത്തിന്റെ പേര് PJ അഗ്രോ ഫുഡ്സ് എന്ന സ്ഥാപനമാണ്. ഇത് 2016 ഗുരുവായൂരിനടുത്ത് കുരഞ്ഞിയൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു മലിനീകരണ നിയന്ത്രണ സംവിധാനവും ഇല്ലാതെ അന്ന് ഈ സ്ഥാപനം ധാരാളമായി പ്രവർത്തിച്ചു, ധാരാളമായി സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. അവിടെ നിർബാധം അവരുടെ പ്രവർത്തനം തുടർന്നു. അതിനെ തുടർന്നാണ് ആ നാട്ടുകാർക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്. അതിനുശേഷം ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം, അതായത് ഈ സ്ഥാപനം പിന്നീട് പഞ്ചായത്ത് ഇടപെട്ട് പൂട്ടിക്കുകയും ചെയ്തു. അതുവരെ കഥ നിൽക്കട്ടെ, നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. യാതൊരു മലിനീകരണ നിയന്ത്രണ യന്ത്രങ്ങൾ ഒന്നും തന്നെ സ്ഥാപിക്കാതെ ടൺ കണക്കിന് കായം, മുളക് പൊടി എന്നിവ പൊടിക്കുകയും കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു അച്ചാർ കമ്പനി ആയിട്ടാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. തൊട്ടടുത്ത് ധാരാളം വീടുകൾ ഉണ്ട്. ഈ വീടുകളിലൊക്കെ പ്രായമായവരുണ്ട്, രോഗികളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടി പിന്തുണയ്ക്കുന്നവരാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി പുലർത്തുന്നവരാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ധാരാളം ജനങ്ങൾ. അപ്പോൾ അന്ന് 2016 അന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം, ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയ്ക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടവർ നിരന്തരം പരാതികൾ നൽകിയതിനെ തുടർന്നാണ് ആ കമ്പനി, ഈ PJ അഗ്രോ ഫുഡ്സ് എന്ന ഈ സ്ഥാപനം അത് പൂട്ടിയത്. സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയതിൽ പിന്നെ രൂക്ഷമായ വായു, ജല, ശബ്ദ മലിനീകരണമാണ് ഉണ്ടായത്. വായുവിൽ കായം, മുളകുപൊടി എന്നിവയുടെ പർട്ടിക്കുലേറ്റ് മാറ്റർ അളവ് വളരെ കൂടുതലാണ് എന്നുള്ള പഠനമുണ്ട്. ആ പ്രദേശത്ത് 10 മിനിറ്റ് നിന്നാൽ കണ്ണുകൾ നീറും. അവിടെ വസിക്കുന്ന കുടുംബങ്ങൾ ഇത് സ്ഥിരം സഹിക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, പ്രായമായവർക്കൊക്കെ ശ്വാസകോശ രോഗങ്ങൾ, ചുമ തുടങ്ങിയവ പിടിപെട്ടു. ഇത് മറ്റ് മാരക രോഗങ്ങളിലേക്ക് വഴിതെളിച്ചു. PJ അഗ്രോ ഫുഡ്സ് എന്ന സ്ഥാപനം അതിനുശേഷം പരാതികൾ ഉണ്ടായി, പഞ്ചായത്ത് ഇടപെട്ടു, ഈ സ്ഥാപനം പൂട്ടി. അതുവരെ കഥ നിൽക്കട്ടെ. അതായത് 2020 ജൂൺ 27 ജൂലൈ 2 ശ്രീ SV പ്രദീപ് ഇത് സംബന്ധിച്ച വാർത്തകൾ ചെയ്തത്. ശക്തമായി തന്നെ സംസ്ഥാന സർക്കാരിനെയും അതുപോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും, ഇതിൽ ഈ PJ അഗ്രോ ഫുഡ്സുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാത്ത സ്ഥാപനത്തെയും അതുപോലെ അധികാരികളെയും ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് പ്രദീപേട്ടൻ ഈ സ്റ്റോറി ചെയ്തത്. ഇപ്പോൾ ഇതാ ഈ 2022 മാർച്ച് മാസം അവസാനമായപ്പോഴേക്കും ഈ കമ്പനി തുറന്നു പ്രവർത്തിക്കുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. ഈ കമ്പനിയുടെ പ്രവർത്തനാനുമതി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ലൈസൻസ് ഒക്കെ ഈ കുരഞ്ഞിയൂർ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ക്യാൻസൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ലൈസൻസും മറ്റ് സംഭവങ്ങളും ഒക്കെ റദ്ദാക്കിയിട്ടും ഈ കമ്പനി ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സഹിതം അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നു. മാരകമായ ത്വക്ക് രോഗങ്ങൾ മനുഷ്യർക്ക്, പ്രത്യേകിച്ചും പ്രായമായവർക്ക്, കൊച്ചുകുട്ടികൾക്ക്, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മരണനിരക്ക് ഉയരുകയാണ് വീണ്ടും. പല രോഗങ്ങൾ പിടിപെട്ട്, മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഈ PJ അഗ്രോ ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വമിക്കുന്ന മാലിന്യങ്ങൾ മൂലം ആ പ്രദേശവാസികൾക്ക് ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു എന്ന ദുഃഖകരമായ സത്യം. വീണ്ടും ഈ PJ അഗ്രോ ഫുഡ്സ് തുറന്നു കൊടുത്തത് ആരാണ്, ആർക്ക് വേണ്ടിയാണ്, ആരുടെ ഒത്താശയോടെയാണ് ഈ കമ്പനി ഇപ്പോഴും പ്രവർത്തിക്കുന്നത്? മാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. ഈ അച്ചാർ കമ്പനി അല്ലെങ്കിൽ മുളക് പൊടി, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഈ കമ്പനിയിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ സാധാരണഗതിയിൽ പ്രകൃതിദത്തമായ മാലിന്യങ്ങൾ മാത്രമായിരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും മുളക് പൊടി എന്ന് പറയുന്നത് മുളക് ഉണക്കി അല്ലെങ്കിൽ വറുത്ത് പൊടിക്കുന്നു. മഞ്ഞൾപ്പൊടി എങ്കിൽ അതങ്ങനെ ചെയ്യുന്നു. അച്ചാർ ഉണ്ടാക്കുന്നുവെങ്കിൽ മാങ്ങയോ നാരങ്ങയോ അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ, അതിലേക്ക് മുളക് പൊടിയും മറ്റ് അനുബന്ധ പദാർത്ഥങ്ങളും ചേർക്കുന്നു. കായം ഉൾപ്പെടെ പ്രകൃതിയുടെ വിഭവമാണ്. അപ്പോൾ മാരകമായ രാസവസ്തുക്കൾ ചേർത്താണോ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ അച്ചാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ PJ അഗ്രോ ഫുഡ്സ് ഉണ്ടാക്കുന്നത്? ആ ചോദ്യം ചോദിക്കട്ടെ. തീർച്ചയായിട്ടും ഇവരുടെ പദാർത്ഥങ്ങൾ, PJ അഗ്രോ ഫുഡ്സിന്റെ പദാർത്ഥങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അവർ വീണ്ടും എങ്ങനെയാണ് തുറന്നു പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണം. എന്ത് രീതിയിലാണ് ഇവർ വീണ്ടും ലൈസൻസ് നേടിയെങ്കിൽ തന്നെ
നേടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? നമ്മൾ ഇവരുടെ വെബ്സൈറ്റും മറ്റു കാര്യങ്ങളും പരിശോധിച്ചതിൽ നിന്ന് ഇപ്പോഴും ഈ കമ്പനി തുറന്ന് പ്രവർത്തിക്കുന്നു എന്നുറപ്പാണ്. മാത്രമല്ല ആ നാട്ടുകാർ നമ്മളെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. വീണ്ടും ഒരു നാടിനെ മരണത്തിലേക്ക് അല്ലെങ്കിൽ മാരക രോഗങ്ങളിലേക്ക് തള്ളിവിടുകയാണോ ഈ PJ അഗ്രോ ഫുഡ്സ് എന്ന കമ്പനി? ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണോ? മുഖ്യമന്ത്രിയാണോ? വ്യവസായ മന്ത്രിയാണോ? ആരോഗ്യമന്ത്രിയാണോ? അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ അങ്ങനെയുള്ള ആളുകളോ ആണോ? രാഷ്ട്രീയക്കാരാണോ ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്? ഒരു നാടിനെ മുഴുവൻ മരണക്കെണിയിലേക്ക് തള്ളിവിട്ടിട്ട് അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ട് മാരക രോഗങ്ങളിലേക്ക് ഉന്തിവിട്ടിട്ട് ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു, ഈ ഗുരുവായൂരിനടുത്ത് ഈ കുരഞ്ഞിയൂരിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? കേരളമല്ലേ? ഇവിടെ താലിബാനിസമാണോ നടപ്പിലാവുന്നത്? ഇവിടെ ആർക്കും തോന്നിയത് എന്തും ചെയ്യാമോ? ഇവിടെ സാധാരണക്കാരനായ പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങാൻ വന്നു കഴിഞ്ഞാൽ അതിന് തടയിടുന്ന, കൈക്കൂലി വാങ്ങുന്ന, അല്ലെങ്കിൽ അവരെ തല്ലിയോടിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ നിലകൊള്ളുമ്പോൾ ഇതാ PJ അഗ്രോ ഫുഡ്സ് എന്ന വിഷം വമിപ്പിക്കുന്ന സ്ഥാപനം വീണ്ടും തുറന്നു പ്രവർത്തിച്ചിരിക്കുന്നു. ആരുടെ കൈകളാണ് ഇതിന് പിന്നിൽ? ഒരു ജനതയെ മുഴുവൻ, ഒരു പ്രദേശത്തെ മുഴുവൻ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണോ ഈ കമ്പനി പ്രവർത്തിക്കുന്നത്? ശക്തമായ നടപടിയെടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഫോളോ അപ്പ് വാർത്തകൾ ഭാരത് ലൈവ് വരും ദിവസങ്ങളിലും ചെയ്യും.